ഹലോ കൂട്ടുകാരെ, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോൺട്രാക്ട് ലവ് മാരേജ് പാർട്ട് 2 സ്റ്റോറി അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. വിവാഹം കഴിഞ്ഞ് നന്ദന ആദ്യമായി ദേവിൻ്റെ വലിയ വീട്ടിലെത്തി. ആ വീട് കണ്ടപ്പോൾ അവൾക്ക് അതിശയം തോന്നി. വലിയ മുറികൾ, ആഡംബരങ്ങൾ. പക്ഷേ ആ വീട്ടിൽ ഒരു സ്നേഹത്തിൻ്റെ ചൂട് മാത്രം കുറവായിരുന്നു. ദേവിൻ്റെ അമ്മ സാവിത്രി സന്തോഷത്തോടെ നന്ദനയെ സ്വീകരിച്ചു. മോളെ, ഈ വീട്ടിലേക്ക് വന്നതിന് നന്ദി. ഇനി മുതൽ ഇത് നിന്റെ വീടാണ്. ആ വാക്കുകൾ നന്ദനയുടെ കണ്ണുകളിൽ ചെറിയൊരു സന്തോഷം കൊണ്ടുവന്നു. പക്ഷേ ദേവു മാത്രം അകലം പാലിച്ചു. നന്ദന, ഓർക്കണം, നമ്മൾ തമ്മിലുള്ളത് ഒരു കരാർ മാത്രമാണ്. നന്ദന അവനെ നോക്കി. എനിക്കറിയാം ദേവ്, ഈ വിവാഹത്തിന് പിന്നിലെ കാരണം എനിക്കറിയാം. ദേവ് ഒന്നും പറയാതെ മുറിയിലേക്ക് പോയി. ആ രാത്രി നന്ദന പുതിയ വീട്ടിലെ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുകയായിരുന്നു. 1 വർഷം, അത്രമാത്രം. അതിനുശേഷം ഞാൻ എൻ്റെ വഴിക്ക് പോകും, അവൾ മനസ്സിൽ പറഞ്ഞു. അപ്പോഴാണ് ദേവിന് ഒരു പ്രശ്നമുണ്ടായത്. ഓഫീസിൽ നിന്നുള്ള പ്രധാന ഫയലുകൾ വീട്ടിൽ മറന്നുപോയിരുന്നു. അത് കണ്ട നന്ദന അവന് എത്തിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. ഓഫീസിലെത്തിയപ്പോൾ അവൾ കണ്ടത് ദേവ് എല്ലാവരോടും കർശനമായി പെരുമാറുന്ന ഒരാളെയാണ്. പക്ഷേ ഒരു ചെറിയ ജീവനക്കാരൻ്റെ പ്രശ്നം കേട്ട് അവനെ സഹായിക്കുന്ന ദേവിനെയും അവൾ കണ്ടു. അന്ന് ആദ്യമായി നന്ദന ചിന്തിച്ചു, ദേവ് കരുതുന്നത് പോലെ അത്ര കഠിനനായ മനുഷ്യനല്ലല്ലോ. പക്ഷേ ദേവ് നന്ദനയുടെ മനസ്സിൽ മാറുന്ന ഈ ചിന്ത അറിഞ്ഞില്ല. അന്നത്തെ രാത്രി ദേവ് വീട്ടിലെത്തിയപ്പോൾ ഭക്ഷണം വിളമ്പുകയായിരുന്നു. ദേവ് അതിശയത്തോട് ചോദിച്ചു, ഇതെന്തിനാണ്? നന്ദന പുഞ്ചിരിച്ചു. ഭാര്യയായി അഭിനയിക്കണമെന്ന് പറഞ്ഞത് നിങ്ങളല്ലേ? അഭിനയമാണെങ്കിലും ചില കാര്യങ്ങൾ മനസ്സോടെ ചെയ്യുന്നതാണ് നല്ലത്. ആ വാക്കുകൾ ദേവിനെ കുറച്ചുനേരം നിശബ്ദനാക്കി. ദേവിൻ്റെ വീട്ടിൽ എത്തിയിട്ട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. നന്ദന തൻ്റെ കരാർ മറക്കാതെ ജീവിക്കുകയായിരുന്നു. ദേവിൻ്റെ ഭാര്യയായി എല്ലാവരുടെയും മുന്നിൽ അഭിനയിച്ചെങ്കിലും ദേവിനോട് അവൾ ഒരിക്കലും അവകാശം കാണിച്ചില്ല. പക്ഷെ ദേവിന് ഒരു കാര്യം മനസ്സിലായി തുടങ്ങി. നന്ദന മറ്റുള്ളവരെ പോലെ ആയിരുന്നില്ല. ഒരു ദിവസം രാവിലെ ദേവിന് ഓഫീസിലേക്ക് പോകാൻ വൈകി. ഭക്ഷണം കഴിക്കാതെ പോകരുത് ദേവ്, നന്ദന പറഞ്ഞപ്പോൾ ദേവ് അത്ഭുതത്തോടെ അവളെ നോക്കി. നിനക്ക് എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധ? നന്ദന ചിരിച്ചു. കാരണം നിങ്ങൾ എൻ്റെ ഭർത്താവാണ് എന്ന് എല്ലാവരും കരുതുന്നില്ലേ? ആ വിശ്വാസത്തെ ഞാൻ ബഹുമാനിക്കുന്നു. ആ മറുപടി ദേവിന് ഇഷ്ടപ്പെട്ടെങ്കിലും അവൻ അത് പുറത്ത് കാണിച്ചില്ല. അന്ന് വൈകുന്നേരം ദേവിൻ്റെ അമ്മ സാവിത്രിക്ക് പെട്ടെന്ന് തലകറക്കമുണ്ടായി. വീട്ടിൽ ആരും ഇല്ലാത്ത സമയത്ത് നന്ദനയാണ് അവരെ നോക്കിയത്. മരുന്ന് കൊടുത്തും ഡോക്ടറെ വിളിച്ചും അടുത്തിരുന്നു. വീട്ടിലെത്തിയ ദേവ് ഈ കാഴ്ച കണ്ടു. അവൻ്റെ അമ്മ നന്ദനയുടെ കൈ പിടിച്ച് പറയുകയായിരുന്നു, മോളെ, നീ വന്നതോടെ ഈ വീട് വീണ്ടും വീടായി തോന്നുന്നു. ആ വാക്കുകൾ കേട്ട് ദേവ് നിശബ്ദനായി. രാത്രിയിൽ ദേവ് നന്ദനയോട് പറഞ്ഞു, ഇന്ന് അമ്മയെ നോക്കിയതിന് നന്ദി. നന്ദന അതിശയിച്ചു. കാരണം ആദ്യമായാണ് ദേവ് അവളോട് നന്ദി പറയുന്നത്. അതിന് നന്ദി പറയേണ്ട കാര്യമില്ല ദേവ്, അതെൻ്റെ കടമയായിരുന്നു. ദേവ് അവളെ നോക്കി നിന്നു. അവൻ്റെ മനസ്സിൽ ചെറിയൊരു മാറ്റം തുടങ്ങി. കരാറിനായി വന്ന പെൺകുട്ടി ശരിക്കും ഇത്ര നല്ലവളാണോ? പക്ഷേ അതേസമയം ദേവിൻ്റെ പഴയ ജീവിതത്തിൽ ഒരാൾ വീണ്ടും അവൻ്റെ മുന്നിലേക്ക് വരാൻ പോകുകയായിരുന്നു. തുടരും. അപ്പോൾ ഞടുത്തൽ പാട്ട് വേഗം ഇടാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ബൈ.